കല്യാണം കഴിച്ചോ? ഇല്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സ്. 23 വയസ്സ്. അയ്യോ, അപ്പൊ എന്റെ മോൾക്ക് 35 വയസ്സുണ്ട്. കെട്ടിക്കുന്ന ഒരാളിനെ ആലോചിക്കുക. അപ്പൊ 23 വയസ്സല്ലേ ഉണ്ട്. ചേട്ടാ, ആഹാരം കഴിച്ചാലോ? ആഹാരം ഒരു കഴിച്ചില്ല. ചായ പോലും കൊടുത്തില്ല. ചൂട് ചായ കുടിക്കുമ്പോൾ കുറയും. ദിവസം 2-3 ചായ കുടിക്കുമ്പോൾ വേദന കുറയും. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടൊന്നും അസുഖം മാറുന്നില്ല. എന്തോ അസുഖം? കാലിന് ഈ ഓട്ടോയിൽ നിന്ന് ചാടിയതാ. അത് ആദ്യം കുഴപ്പമില്ല, കുരു പോലെ വന്ന് എടുത്ത് പൊട്ടി. ഭാര്യയും മക്കളൊക്കെ. ഒന്നുമില്ല. കല്യാണം കഴിച്ചോ? ഇല്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സ്. 23 വയസ്സ്. അയ്യോ, അപ്പൊ എന്റെ മോൾക്ക് 35 വയസ്സുണ്ട്. കെട്ടിക്കുന്ന ഒരാളിനെ ആലോചിക്കുക. അപ്പൊ 23 വയസ്സല്ലേ ഉള്ളൂ. 23 വയസ്സോടെ കെട്ടാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യുന്നവനാ. എന്ത് ചെയ്യുന്നത്? ഇവിടെ പാൽ ഹോസ്പിറ്റലുണ്ട്. അതിന് വെളിച്ച് കട്ടിക്കുന്നപ്പോ ഇവിടെ മൊത്തം പുകയായിരുന്നു. നിർത്തിയത് ഞാനാ. അപ്പൊ ഇവിടെ വരുന്നവരും പോകുന്നവരും എല്ലാം ജീവിക്കുന്ന ഞാൻ കാരണം. ഇനി ഒരു ബേസ് വാട്ടർ കൊടുക്കുന്നുണ്ട് ആശുപത്രിയിലെ. അത് ഞാൻ നിർത്തും. ജീവനുണ്ട്. ചത്തു കഴിഞ്ഞ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയുന്നത് കേൾക്കാമോ? എന്റെ പേര് വരദരാജൻ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ചേട്ടന്റെ പേരെന്നാ? വരദരാജൻ. ചേട്ടന്റെ പേര്? എന്റെ പേര് വിഘ്നേഷ്. ദിനേശ്. വിഘ്നേശ്. അപ്പൊ ഞാൻ ഒരു ചലഞ്ച് തരാം. അതായത് ഞാൻ പറഞ്ഞ ഫുഡ് വാങ്ങിച്ചു തരാം. ചേട്ടൻ ഫുഡ് കഴിക്കണം. എത്ര രൂപയുടെ ഫുഡ് ചേട്ടൻ കഴിക്കുന്നോ ആ പൈസ ഞാൻ ചേട്ടൻ തരും. ഓക്കെ ആണോ? എന്നാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. വാ. എനിക്കിപ്പോ ഒരു ചായ കിട്ടിയാൽ കൊള്ളാം. ചായ കിട്ടിയാൽ മതിയോ? ഫുഡ് വാങ്ങിച്ചു തന്നാ? ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കും. ശരി, എന്നാ ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം. ഓക്കെ ആണേ? ഒരു മസാല ദോശ വാങ്ങിച്ചു തരുമോ? ഞങ്ങൾ വയ്ക്കുക കേട്ടോ. എത്ര ചേട്ടാ? എന്നാ പരിപാടി? നിങ്ങൾ കുറച്ച് ചലഞ്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാ. ശരിയാ. ആഹാരം തരാതെ ഞങ്ങൾ പറഞ്ഞില്ലേ ഫുഡ് വാങ്ങിച്ചു തരാന്ന്. അപ്പോഴേ രാവിലെ എഴുന്നേക്കും വലിയ വേദന. നടക്കുമ്പോൾ വേദന പറയും. സന്തോഷമായോ? പോട്ടെ, നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഉച്ചയ്ക്ക് ആഹാരം അല്ല, ഫോൺ നമ്പർ കാരണം ഞാൻ കൊട്ടാരക്കര വരുമ്പോൾ ഒന്ന് കാണാം. ഞാൻ എപ്പോഴും ഉണ്ട് അവിടെ. നമ്മളെ കണ്ട ഫോൺ നമ്പർ തരാമോ? ഫോൺ ഉണ്ടോ വിളിക്കാൻ? ഇല്ല, ഞാനത് വേറെ ഫോണിൽ വിളിക്കാം. എങ്ങനെ വിളിക്കും? വേറെ ആരുടെങ്കിലും ഫോൺ? എങ്ങനെ ഫോൺ നമ്പർ കുറിച്ചെടുക്കും? പേന ഉണ്ടോ? എൻ്റെ പേനില്ല. എൻ്റെ പേന ഉണ്ട്, കടലാസില്ല. ചേട്ടൻ കൊട്ടാരക്കര വന്നിട്ട് ഇനി ചേട്ടൻ കൊട്ടാരക്കര വരുന്ന സമയത്ത് കൊട്ടാരക്കര വന്നിട്ട് വിഘ്നേഷിനെ അറിയാമെന്ന് ചോദിച്ചാൽ മതി. ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരും. ഉറപ്പാ. കാണോ കേട്ടോ. അപ്പൊ ചേട്ടൻ ഹാപ്പിയാണ് കേട്ടോ. ഞാനും ഹാപ്പിയാണ്. അടുത്ത വീഡിയോയിൽ ആരെങ്കിലുമായിട്ട് ഇതുപോലൊക്കെ നമ്മൾ കാണാം. ബൈ.